Hello dears, welcome back. അപ്പോൾ ഇന്ന് നമ്മളൊരു പക്കവടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പക്കവടയല്ല, ഇതൊരു ചിക്കൻ പക്കവടയാണ്. ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പക്കവട ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഫ്താറൊക്കെ ആകുമ്പോഴും നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതും അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക. വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 200 ഗ്രാമോളം വരും. അത് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പം വലിയതാക്കി മുറിച്ചിട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പക്കവട ചിക്കന് പൊരിച്ച മാതിരി ഉണ്ടാവും. അതുകൊണ്ട് ചെറുതാക്കി മുറിച്ചിടുക. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചെത്തിച്ചത് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഏകദേശം 3-4 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വലുപ്പമുള്ള 2 സവാള നീളത്തിൽ അരിഞ്ഞതും 5 പച്ചമുളകും പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ്, ചിക്കനൊക്കെ ഉള്ളതല്ലേ. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. മുളക് പൊടി ഇവിടെ കാശ്മീരി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പം അധികം എരിവൊന്നും ഉണ്ടാവില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിയും 3 ടേബിൾ സ്പൂൺ തൈരും ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മളിതിലൊക്കെ തൈരൊക്കെ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതാണ്. തൈരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിതിലൊക്കെ തൈര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, മറ്റേ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ പക്കവട എല്ലാം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടായ എണ്ണയിലിട്ടെന്ന് ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിടുകയെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിൽ ചിക്കനൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും കളറ് മാറി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട എല്ലാം പൊരിച്ചിട്ട് കോരിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും സാധാ പക്കോട ഒക്കെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടാവില്ല, തിന്നങ്ങായൊക്കെ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഒക്കെ ആകുമ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ റെസിപ്പീസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.